നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പേര് വരാറുണ്ട്, വിളിക്കാറുണ്ട്, മെസ്സേജുകൾ അയക്കാറുണ്ട്. കാരണം എല്ലാം കൈവിട്ടു പോയി. കോടീശ്വരന്മാരെ പോലെ ജീവിച്ച ഇന്നാളൊരാൾ ഇതുപോലെ വന്നപ്പോൾ പറഞ്ഞ ഇതാണ്. ഞാൻ ചോദിച്ചു ഭയങ്കര കാറിനൊക്കെയാണ് വന്നത്. അപ്പോൾ പറഞ്ഞു 15 കോടി രൂപ കടത്തിലാണ്. ഇപ്പോൾ ആകെ ഉള്ളത് ഈ കാറ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാൽ പിടിച്ച് നിൽക്കുന്നത്. ഇതും കൂടെ കൊടുത്താൽ കടക്കാർ എന്നെ വന്ന് വരിഞ്ഞു മുറുക്കി കൊല്ലും എന്ന് പറഞ്ഞതാണ്. ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി അതും കൊടുക്കാതെ ഇനി ഇതും കൂടെ ഉള്ളു, എല്ലാം തീർന്നെന്ന് പറഞ്ഞ അവസ്ഥകൾ. അപ്പോൾ വേറൊരാൾ വന്നത് പറയുകയാണ് 4 കോടി രൂപ. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായതെന്നറിയാമോ? അയാൾക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ആധുനികമായ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന അതിബുദ്ധിശാലിയായ ഒരാളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. കമ്പ്യൂട്ടറിൽ കണക്കുകളുണ്ട്, പക്ഷേ ക്യാഷ് ബോക്സിലും അക്കൗണ്ടിലും ഉണ്ടായതെല്ലാം പതിയെ കാലിയായി അവസാനം ഈ മനുഷ്യൻ ഇങ്ങനെ ആകെ ഗതികേടില്ല. അയാൾ പർച്ചേസിന് പോകും, പിന്നെ ഓർഡറുകൾ എടുക്കാൻ പോകും. മുതലാളിയുടെ സ്ഥാനത്ത് ഇയാൾ വിശ്വാസത്തോടെ അപ്പോയിൻ്റ് ചെയ്ത ആൾ വലിയ വീടും പത്രാസെല്ലാം ഉണ്ടാക്കി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയതാണെന്ന്. അതുകൊണ്ട് നമ്മൾ എത്ര വരുമാനമുള്ളവരാണെങ്കിലും ഈ വരുമാനങ്ങൾ പിടിച്ച് നിർത്താൻ, വരവിനൊത്ത് ചിലവാക്കാത്തതാണ് പലരുടെയും പ്രധാന പ്രശ്നം. ഇങ്ങനെ പറയും, എൻ്റെ അമ്മ പറഞ്ഞു തരാറുള്ള ഒരു കാര്യമാണ്. എൻ്റെ അപ്പൻ്റെയൊക്കെ ഒരുപാട് രൂപ പലരും തിന്നിട്ടുണ്ട്. പലരും പറയേണ്ട കാര്യം എന്താ, ഒരുപാട് ആ വഴി ഈ വഴിയൊക്കെ പോയിട്ടുണ്ട്. ഏത് നിലയിലെത്തേണ്ടതാണെന്നറിയാമോ? കാരണം ഇനിയും കിട്ടും, അല്ലെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് ഇനിയും ഉണ്ടാവും എന്നുള്ള. രണ്ടാമത്തത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വാസം വരുന്നു, അതും വലിയ കുഴപ്പമാണ്. അപ്പോൾ സുശീൽ കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ കഥ പേപ്പറിൽ വായിച്ചത് ഓർക്കുകയാണ്. ഒരു TV പ്രോഗ്രാമിലൂടെ 5 കോടി രൂപ സമ്മാനമായിട്ട് കിട്ടി. അവസാനം ഈ മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരുന്ന ഇയാൾ കാശ് കണക്കില്ലാതെ കയ്യിൽ വന്നപ്പോൾ കണക്കില്ലാതെ ചിലവാക്കി കളഞ്ഞു. പക്ഷേ അവസാനം മാസം 6000 രൂപ ശമ്പളത്തിന് ജോലി എടുക്കുന്ന അവസ്ഥയിലേക്ക്. ജോലിയൊക്കെ എടുത്തോട്ടെ, ജോലി എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ 5 കോടി രൂപ പോയ വഴി കാണാനില്ല. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും, 5 കോടിയൊക്കെ കിട്ടിയിട്ട് സൂക്ഷിക്കാൻ അറിയില്ലേ, പിന്നെ അവൻ അങ്ങനെയാ നല്ലത് ഇങ്ങനെയാ നല്ലതെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെയുള്ള ധാരാളം പേരെ ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. ചിലയിടത്ത് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ഓടി വന്നിട്ട് പറയും, സാറേ ഈ പറഞ്ഞത് എൻ്റെ കഥയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളറിയില്ലല്ലോ. ഇല്ല, എൻ്റെ ജീവിതം ഇതുപോലെ തന്നെ ആയിരുന്നു. ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ അന്നും ഒന്നിനും നേരമില്ല, എല്ലാം അറിയാമെന്നും പറഞ്ഞല്ലേ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പലരും ചാടിക്കയറി ലോണിന് വേണ്ടി നടക്കുന്നവരും ലോൺ എടുക്കുന്നവരും ഈട് കൊടുക്കുന്നവരൊക്കെയാണ്. പക്ഷേ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടക്കാനുള്ള കഴിവ്, ശേഷി ഉണ്ടോ എന്നുകൂടെ നോക്കുക. പിന്നെ ഭാവിയിൽ വരുന്ന ചെലവുകൾ കൂടി പരിഗണിച്ചായിരിക്കണം വായ്പ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലവ് കൂടുമ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടക്കാം. ഞാനിപ്പോൾ ഇത് ഇടുന്നത് 2025 മാർച്ച് മാസമാണ്. ഈ ദിവസങ്ങളിൽ തന്നെ പലരിൽ നിന്ന് കേൾക്കുകയും കാണുകയും അറിയുകയും എല്ലാം ബാങ്ക് ജപ്തിക്ക് വന്നു. ബാങ്കിലെ സ്റ്റാഫും മാനേജറും എല്ലാവരും കൂടെ വന്നു. KSFBയിൽ നിന്ന് വന്നു, നോട്ടീസും കൊണ്ടുവന്നു, ജപ്തി നോട്ടീസ് വന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ചെറിയ സ്ഥലം 2 സെൻറ്റും 3 സെൻറ്റും ഒക്കെയുള്ള വീടുകളൊന്നും ജപ്തി ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ടും വന്ന് ആ വീട്ടുകാരെ ഇറക്കി വിട്ട ഒരു കഥയൊക്കെ പത്രത്തിൽ ഈ അടുത്ത ദിവസം വായിച്ചത് ഓർക്കണയാണ്. ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഇങ്ങനത്തെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്നവൻ തിരിച്ചു പിടിക്കാൻ കഴിവുള്ളത് കൊണ്ടും തിരിച്ചു മേടിക്കാൻ അവർക്ക് അധികാരമുള്ളത് കൂടി കൊണ്ടാണ് അവർ കൊടുക്കുന്നത്. നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല ആരും ഇതൊന്നും കൊണ്ട് തരുന്നത്. അപ്പോൾ ഈ വായ്പയൊക്കെ എടുക്കുമ്പോൾ അത് തിരിച്ചടവുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുടങ്ങാതെ
തിരിച്ചടക്കാൻ. ചിലർ എടുത്താൽ പിന്നെ ആ വശത്തോട്ട് അടുത്ത ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് പിന്നെ ഓട്ടം പിടിക്കുന്നത്. കൃത്യമായിട്ട് കയ്യിൽ കിട്ടുന്ന, സഹകരണ ബാങ്കിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ ഇതാണ്, പലർക്കും പറ്റുന്ന ഇതാണ്, ഒരുമിച്ച് അടക്കാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ ആ കയ്യിൽ കിട്ടുന്ന തവണകളായിട്ട് ഇനി ഒരു മാസം ഗഡു ആ മാസത്തെ ലോൺ അടക്കാൻ വേണ്ടി നോക്കിയിരിക്കണ്ട. ഒരാഴ്ച 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ കയ്യിൽ വന്നത് 5, 10, 15, 20 ലക്ഷമോ 1000 എന്തോ ആട്ടെ, ആ വന്ന സമയത്ത് അടക്കേണ്ടത് അടച്ചിട്ടാൽ അത്രയും പലിശ കുറഞ്ഞ് കിട്ടും. ഒരുമിച്ച് കൂടി ആ മാസത്തെ ഗഡു മുഴുവനും കൂടി ഒരുമിച്ചായിരിക്കുമ്പോൾ ഇപ്പുറത്തൂടെ വന്നത് അപ്പുറത്തോടുകൂടെ പോകും. അവസാനം ഒന്നും അടക്കാൻ പറ്റാത്ത അവസ്ഥ, ലോണൊക്കെ മുടങ്ങി ജപ്തി ബാധ്യതകൾ നേരിടുന്ന അവസ്ഥയിലേക്ക് പോകും. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഓഹരി വിപണികളിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ. റുഡോൾഫ് ഡീസൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയത് മുഴുവൻ ഓഹരി വിപണിയിൽ ചെലവഴിച്ച് അവസാനം ഷെയർ ഇടിഞ്ഞു പോയപ്പോൾ ഒരു തെരുവ് പട്ടിയെ പോലെ മരിച്ചു കിടന്ന സംഭവം വായിച്ചത് ഓർക്കുകയാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് ഓഹരി വിപണിയിൽ കൊണ്ടുപോയി ചെലവഴിച്ചാൽ ഭയങ്കര പ്രശ്നമോ. മാർക്കറ്റ് ലിങ്ക്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് ഇൻഷുറൻസ്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളുടെ കല്യാണമായപ്പോൾ, കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ നടപ്പായിരുന്നു. അവസാനം അപ്പോൾ ഞാൻ ഓർത്തു, ഇവർക്ക് ഇതിനാവശ്യമായ ചിലവിനാവശ്യമായ അത്ര ഉറപ്പുള്ളത് ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു ദിവസം എന്നെ പിടിച്ച് നിർത്തി പറഞ്ഞ്, ഷൈജു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറഞ്ഞത്, ഭയങ്കര വിഷമാവസ്ഥയായിപ്പോയി, ആത്മഹത്യ ചെയ്താലാന്ന് വരെ ഓർത്തുപോയി. കാരണം ആരോ ഇൻഷുറൻസിൽ ചേർത്തിട്ടുണ്ടായിരുന്നു വർഷം, അതെല്ലാം കൃത്യമായിട്ടൊക്കെ എല്ലാം അടച്ച്. മാർക്കറ്റ് ലിങ്ക്ഡ് പ്രൊഡക്ട്സ് ആയിരുന്നു. അത് കൂടുന്നതിനെക്കുറിച്ച് മാത്രമാണ് കണക്കുകൾ പറഞ്ഞു കൊടുത്തത്. പക്ഷേ അതിൽ റിസ്ക് ഫാക്ടറുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഓഹരി വിപണി കൂടുന്നതും കുറയുന്നതും ഈ ഫ്ലക്ച്വേഷൻസ് ഇതിന് ബാധകമാണ്. അതിന് റിസ്ക് കുറവുള്ള ഫണ്ടുകൾ ഉണ്ട്. ഇപ്പോൾ പ്രൊട്ടക്റ്റ് ഫണ്ട്, ബാലൻസ് ഫണ്ട്, മാക്സിമൈസർ ഫണ്ട് എന്നൊക്കെ പറയുന്നതല്ലേ. ഇപ്പോൾ മാക്സിമം കൂടുന്നതാണെങ്കിൽ അതിൽ റിസ്ക് കൂടുതലാണ്. ബാലൻസ് ആണെങ്കിൽ രണ്ടും കൂടെ വരും. ഞാനൊന്ന് മനസ്സിലാകാനുള്ള ഒരു ഭാഷ ഉപയോഗിച്ച്. എന്നാൽ പ്രൊട്ടക്റ്റർ ഫണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സേവിങ് അക്കൗണ്ടിൽ ഇടുന്ന ഇൻട്രസ്റ്റ് പോലും കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇതിൻ്റെ കമ്പനികൾ നമ്മളെ നന്നാക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഏജൻറ്റിന് കൊടുക്കണം. അതുപോലെ ഓഫീസ് സ്റ്റാഫ്, അവരുടെ പരസ്യങ്ങൾ, അവരുടേതായ ആ വെൽത്ത്, അവരുടേതായ ഓഹരികൾ, ഫണ്ടുകൾ അതിൽ നിന്ന് ഇതെല്ലാം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേരുമ്പോൾ കുനുകുന അക്ഷരങ്ങൾ ധാരാളം ഇപ്പോൾ ഡോക്യുമെൻറ്റിലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കണ്ട, സാരമില്ല, ഒപ്പിട്ടാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ധരിപ്പിക്കും. പക്ഷേ മുടക്കുന്നത് നമ്മുടെ കാശാണ്, കിട്ടാനുള്ളത് നമ്മുടെ കാശാണ്. അപ്പോൾ അതുകൊണ്ട് ആരും നമ്മളെ നന്നാക്കാനല്ല ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ, എറണാകുളം ഭാഷയാണ് നിങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടോ, അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആരും നമ്മളെ നന്നാക്കാനല്ല നടക്കുന്നത്. അപ്പോൾ ഏത് ക്ലാസ്സുകൾ കേട്ടാലും നമ്മൾ വിവേകപൂർണമായിട്ട് എടുത്തു ചാടി കുഴികളിൽ പെടാതെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണെങ്കിൽ അത് ചിലവഴിക്കാൻ കൂടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരാളും നമ്മളെ നന്നാക്കത്തില്ല. എന്നിട്ട് ആ മകളെ കെട്ടിക്കാൻ വേണ്ടി പണ്ടേ കരുതി ഇൻഷുറൻസിൽ ഇട്ടിരുന്ന, കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ കിട്ടിയപ്പോൾ തുച്ഛം ഇട്ട തുക പോലും കിട്ടിയില്ല. പറഞ്ഞതും 10 മടങ്ങ് പെരുപ്പിച്ച് കിട്ടുന്നതിനെ കുറിച്ചാണ്. കാരണം മാർക്കറ്റ് ഇടിഞ്ഞു പോയെന്നും പറഞ്ഞ് ഇവരെന്തോ കുറ്റം ചെയ്ത പോലെ ആക്കി പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞു. മാർക്കറ്റ് ഇടിഞ്ഞു പോയി. ഇപ്പം എടുത്തത് കൊണ്ടാണ്. ഒരു 2 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റും. മോക്കടെ കല്യാണം 2 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റും. അവനോട് ചോദിച്ചിട്ടാണ് നമ്മുടെ മോക്കടെ കല്യാണം നടത്തുന്നത്. അങ്ങനെ അപ്പോൾ അവസാനം ഇട്ടത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതെന്നും പറഞ്ഞ് മേടിച്ച് ഒരു തുച്ഛമായ തുക, ബാക്കി കല്യാണ ദിവസം അടുത്ത ഓടി നടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടും കടം മേടിച്ചും കല്യാണം ഇത് ഒരു അനുഭവമല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ചതിക്കപ്പെട്ടതും കണ്ണടച്ച് വിശ്വസിച്ചും കുഴിയിലാക്കിയതും ജോലിക്ക് അവർക്ക് നമ്മൾ ചേർന്ന പ്രമോഷൻ കിട്ടും
അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കല്യാണം ആകുമ്പോൾ കൊച്ചിൻ്റെ പഠനത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ചേരേണ്ട എന്നല്ല പറയുന്നത്. നല്ലവണ്ണം തലങ്ങും വിലങ്ങും ആലോചിച്ചും അന്വേഷിച്ചും ഒക്കെ ചെയ്യുക. പിന്നെ ഷെയറോ ഓഹരിയിൽ കിട്ടുന്നവരുണ്ട്, കിട്ടി നല്ല രീതിയിൽ നേടിയെടുത്തവരെ ഗെയിൻ ചെയ്തവരെ എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം. പക്ഷേ അതേപോലെ തന്നെ ഉള്ളതെല്ലാം പോയവരെ അറിയാം. ഒരാൾ എന്നോട് പറഞ്ഞു ചെയ്താ ഷൈജനൊക്കെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ. ഷൈജനൊക്കെ ആണെങ്കിൽ ഇതിൽ ഇങ്ങനെയുള്ളതിലൊക്കെ ഇട്ടാൽ കിട്ടും, കാരണം ഈശ്വര ചിന്തയും പ്രാർത്ഥനയുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു എന്ത് മണ്ടത്തരോ പറയണം, ഈശ്വര ചിന്തയും പ്രാർത്ഥനയും ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലാത്ത ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഷെയർ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതിൽ റിസ്ക് ഉണ്ട്, ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. അതുപോലെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുന്ന കാര്യം മാത്രമാണ് ആരെങ്കിലും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നെങ്കിൽ അവർ നമ്മളെ കബളിക്കുകയാണ്. അതുപോലെ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാകണം. ഇനി അത്യാവശ്യമായിട്ട് മാറിയെടുക്കാനായിട്ട് സ്വർണമോ ഫിക്സഡ് ഡിപ്പോസിറ്റോ അതുപോലെയുള്ള ഒരു കരുതലൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒന്നുകിൽ ഓടിക്കൊണ്ടുപോയി ഒരു പണയം വെച്ചാലെങ്കിലും വീണ്ടും കാശ് വരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പലിശ കൂടാനാണ് സാധ്യതയെങ്കിൽ അത് വിറ്റിട്ടായാലും എന്തായാലും സ്വർണത്തിൻ്റെ കാര്യത്തിൽ അടുത്ത കാലം കൊണ്ട് മേടിച്ചതിനേക്കാൾ 10 മടങ്ങായിട്ട് വില വർദ്ധിച്ച് കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുടിച്ച് 4 കാലയിൽ അലമ്പാട്ട് നടന്നിരുന്ന ഒരു വ്യക്തി എന്തോ ദൈവാകൃപ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ദുശീലങ്ങളൊക്കെ മാറ്റി നല്ലോണം ജീവിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിനൊരു മോളുണ്ട്, ഒരു മോനുണ്ട്. മോളെ കെട്ടിക്കാൻ ഉണ്ട് ഭാവിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന പോലെ കുറച്ച് സ്വർണം മേടിച്ച് വെക്ക്. ഇനി സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നില്ല എങ്കിൽ കോയിനായിട്ട് കിട്ടും, ബിസ്ക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നൊക്കെ മാക്സിമം ലോൺ എടുത്തു ഇവർക്കും വേണ്ടി ജാമ്യം നിന്നും ആകെ അടിച്ചു പൊളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കള്ളുകുടിയൊക്കെ നിർത്തിയപ്പോൾ തന്നെ ഒരു ബോധം വെച്ച്. അങ്ങനെ പറഞ്ഞത് കേൾക്കാനുള്ള കുടുംബാംഗങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. പല സിറ്റിങ് നടത്തി പലതവണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശമല്ല, നമ്മൾ ആരും ഉപദേശം ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ സ്നേഹപൂർണ്ണമായ ഇടപെടൽ ആ വ്യക്തി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടിപ്പോൾ മകളും കല്യാണം കഴിച്ചു, മകനും കല്യാണം കഴിച്ചു. അന്ന് മേടിച്ചു വെച്ച ഗോൾഡൊക്കെ വളരെ 10 മടങ്ങായിട്ട് വിലയൊക്കെ കൂടി കിട്ടി, ഒത്തിരി റിച്ചായി. നല്ല സാമ്പത്തികമായ സപ്പോർട്ട് ആവശ്യങ്ങൾ ചിലവുകൾ വന്നപ്പോൾ അവർക്ക് അതുവഴി ഉപകരിച്ചു. അപ്പോൾ ഇങ്ങനെ പലതിലൊക്കെ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ്. വീണ്ടും വേറെ ചിലർ ഇങ്ങനെയാണ്, കടം വീട്ടാൻ വേണ്ടി 8 രൂപ പലിശ, 10 രൂപ പലിശ, 12 രൂപ പലിശ. അന്നേരത്തെ കാര്യം പിന്നെ നോട്ടമൊന്നുമില്ല, കിട്ടുന്നിടത്ത് കഴുത്തറപ്പം പലിശക്ക്. ഓപ്പറേഷൻ കുബേര എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പല പരിപാടിയും വന്നു കഴിഞ്ഞു. എന്നിട്ടും ഇതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചു. അതൊന്നും പ്രശ്നമല്ല. കിട്ടാവുന്ന തുകയ്ക്ക് മാക്സിമം കൊള്ളപ്പലിശക്ക് കൊടുക്കുന്നവരുണ്ട്, എടുക്കുന്നവരുണ്ട്. കൊള്ളപ്പലിശക്ക് എടുത്തിട്ട് അവസാനം കടം തീർക്കാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ഇവിടെ ട്യൂഷന് വരുന്ന പിള്ളേർ, നമ്മുടെ വീട്ടിൽ സെയിൻറ്റ് മേരീസ് ട്യൂഷൻ സെൻ്റർ എന്നും പറഞ്ഞ് അവിടെ ട്യൂഷന് വരുന്ന ഒരു കൊച്ചനോട് പറഞ്ഞ ഇതാണ്. എൻ്റെ പുറകിൽ നിന്ന് ഞങ്ങൾ ഈ ചളിക്കോട്ടം വഴി പോകുമ്പോൾ സാർ അറിഞ്ഞാ എന്ന് ചോദിച്ചാൽ എന്താ, ഈ വീട് ഒരു ജപ്തി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിച്ച്, എന്നിട്ട് പോലീസ് വന്നു, ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം വന്നു. ഞാൻ വെച്ചാൽ എന്നിട്ട് ജപ്തി ചെയ്തില്ലേ, പിന്നെ കടം മേടിച്ചത് കൊടുക്കണ്ടേ, ബാങ്കുകാർ വിടുവാന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഞാനവിടെ വണ്ടി നിർത്തി അതേലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ബാങ്കിൻ്റെ ഇതൊക്കെ രേഖകളൊക്കെ ആ വീടുകളിലുണ്ട്, അവരൊഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ ആ കടം തന്നവർ കണ്ണി ചോരയില്ലാതെ ചിലപ്പോൾ പെരുമാറിയെന്ന് വന്നിരിക്കും. കാരണം ബാങ്കുകാർക്കാണെങ്കിൽ അവരുടെ ഉപഭോക്താക്കൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്, എന്ത് സ്കീമെന്ന് പറഞ്ഞാലും. അപ്പോൾ ഈ പലിശക്ക് എടുക്കാതെ മരിക്കുക, കൊടുക്കാതെ മരിക്കുക, ഈ വക പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. വീണ്ടും എളുപ്പം കാശുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഈ ഓൺലൈൻ ലോട്ടറി ഓൺലൈനായിട്ട് പല പരിപാടിയും വരുന്നുണ്ട്. ഞാനൊരു
സൈബർ വോളണ്ടിയർ കൂടെയാണ്. സൈബർ വോളണ്ടിയർ മീൻസ് 1930 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ ഇങ്ങനെയുള്ള കെണികളിൽ പെട്ട അപ്പം തന്നെ നമുക്ക് പോലീസിന് ചെയ്യാൻ പറ്റിയ സഹായങ്ങളാണെങ്കിൽ പരമാവധി പണം നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ ഇടപെടലുണ്ടാകും. അതിലും ഭേദം ഇങ്ങനത്തെ ചതികളിൽ പരീക്ഷിക്കാൻ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഓൺലൈനായിട്ട് ഉള്ള പല തട്ടിപ്പുകളും ഇന്ന് നടക്കുന്നുണ്ട്. പിന്നും പാസ്വേഡൊക്കെ ചോദിച്ചുകൊണ്ട്, അതുപോലെ പെട്ടെന്ന് പണക്കാരനാക്കാൻ വേണ്ടി ഓൺലൈൻ ലോട്ടറി. ഇവരാരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല. ഓൺലൈനായിട്ടുള്ള കഴുത്തറപ്പം പലിശയുള്ള ലോണുകളും ചതികളും അതും മറുവശത്ത് നടക്കുന്നു. ഈ അടുത്ത് എനിക്ക് ഒരു കോൾ വന്നു. ഒരു വീട്ടിൽ നിന്ന് കൊച്ചുമക്കളൊക്കെ ഉള്ള ആൾ വീട്ടിൽ നിന്ന് മെസ്സേജൊക്കെ എഴുതി വെച്ചിട്ട് അയച്ചിട്ട് നാട്ടിൽ നിന്ന് വിട്ടുപോയി കളഞ്ഞു. കാരണം 10-80 ലക്ഷം രൂപ ഇതുപോലെ കളിച്ച് നഷ്ടപ്പെട്ടു. കുടിയില്ല, വലിയില്ല, മയക്കുമരുന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ എളുപ്പം പണക്കാരനാകാൻ ഇപ്പം ശരിയാകും, നാളെ ശരിയാകും, ഒതുക്കി വെച്ച് കളിച്ച് 80 ലക്ഷം രൂപ നഷ്ടപ്പെട്ട അവസ്ഥ. എന്നോട് 50 ലക്ഷം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വ്യക്തിയുടെ മാതാപിതാക്കളും മറ്റും പറഞ്ഞ് ഇതാണ് 10-80 ലക്ഷം, 1 കോടി രൂപ അടുത്ത് തന്നെ പോയി ഷൈജു എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. വേറൊരെണ്ണം അറിയാം, ലോട്ടറി എടുത്ത് അവസാനം സ്വന്തമായിട്ടുണ്ടായിരുന്ന കട വരെയും വിറ്റ് മുഴുവൻ കാശിന് ലോട്ടറി എടുത്ത് എന്നിട്ട് പിന്നെ ഇയാൾ അറ്റാക്ക് വന്ന് മരിച്ചു കിടന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോയി, വല്ലവരും കൊന്നതായിരിക്കും എന്ന് കരുതി. വേറൊന്നുമല്ല, ടെൻഷൻ കൂടി താങ്ങാൻ മനസ്സിന് ചങ്ക് പൊളിഞ്ഞ് മരിച്ചു. വളരെ ചെറുപ്പമായിരുന്നു. ലോട്ടറി എടുപ്പ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനൊക്കെ കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റ് പറഞ്ഞു മുടങ്ങാതെ മരുന്ന് കൊടുക്കണം, ഉപദേശമൊക്കെ കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് വിട്ടതാ. എന്നിട്ടും ഇതിങ്ങനെ ഒരു മാനസിക വൈകല്യമായി തീർന്ന അവസ്ഥകൾ. വേറൊരാൾ ഇതുപോലെ വീട് ഒക്കെ വിറ്റിട്ട് വാടകയ്ക്ക് പോകേണ്ടി വന്നു. ലോട്ടറി എടുപ്പ്. വണ്ടി ഓടിക്കും, പക്ഷെ വണ്ടി ഓടിക്കാനൊന്നും പോകത്തില്ല. ലോട്ടറി എടുത്ത് അതിൽ കൂടെ സൗഭാഗ്യം വരുമെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഈ ചൂതാട്ടങ്ങളിൽ പെടുന്ന ഈ അടുത്ത നാളൊരു സ്ത്രീ എന്നെ കരഞ്ഞുകൊണ്ട് ചങ്ക് വെള്ളമാവുന്നത് പോലെ അവർ കരച്ചിൽ സഹിക്കാൻ വയ്യ. ആ സ്ത്രീയും 2 മക്കളും. അപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, ബ്രദറെ ഇങ്ങനെ യൂട്യൂബിൽ സാറിൻ്റെ പരിപാടി കണ്ടിട്ട് വിളിച്ചതാണ്, ഇത് പ്രോഗ്രാം കണ്ട് നമ്പർ കണ്ടിട്ട് വിളിച്ചതാണ്. ഭർത്താവ് വിദേശത്ത് പോകാൻ വേണ്ടി കുറേ പേരുടെ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ എടുത്ത് ഓൺലൈനിൽ ഇതുപോലെ റമ്മി കളി എന്തൊക്കെയോ പേര് പറഞ്ഞ്, അവർക്ക് പോലും പാത്തിന് അറിയില്ല, അതിൽ പെരുപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. ഒരുപാട് പേരുടെ മേടിച്ച കാശില്ല. അവർ വീട്ടിൽ വന്ന് വിളിക്കാൻ തുടങ്ങി. ഇയാൾ ചുളിവിൽ വിസ സംഘടിപ്പിച്ച് വിസിറ്റിംഗ് വിസ എടുത്ത് ഏതോ രാജ്യത്തോട്ട് കടന്ന് കളയുകയും മറ്റു ചെയ്ത്. അവർക്ക് പൈസ കിട്ടില്ലെങ്കിൽ പെണ്ണിനെ കിട്ടിയാലും മതി, പിള്ളേരെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ കാശും കൊണ്ട് ജീവിക്കാൻ സമ്മതിക്കൂല. ഇങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, വേണ്ടപ്പെട്ടവരെ വീട്ടുകാരെ അറിയിക്ക്, പോലീസിൽ അറിയിക്ക്, പള്ളിയിൽ അച്ഛനെയും അറിയിക്ക്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ. ഈ ഭർത്താവ് നാട് വിട്ട് കളഞ്ഞ്. കാരണം മുതൽ പോലും തിരിച്ചു കൊടുക്കാനില്ല. എല്ലാം ഒന്ന് പുറത്ത് കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഇയാക്കില്ല, വിദേശത്ത് ജോലിക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കുറേ പേരുടെ പൈസ മേടിച്ച്. രണ്ടാമത്തെ കാര്യം, അനധികൃതമായി ഇടപാടുകൾ ചെയ്യുന്നത് മാത്രമല്ല, ആ പണം കൊണ്ടുപോയി അതിനേക്കാൾ തട്ടിപ്പുള്ള പരിപാടികളിൽ ഇൻവെസ്റ്റ് ചെയ്ത അവസ്ഥകൾ. അപ്പോൾ എളുപ്പം കാശുണ്ടാക്കാമെന്ന് കരുതി. വേറൊരു സംഭവം എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഇത് പത്രത്തിലൊക്കെ വന്ന കാര്യം കൂടെയാണ് കേട്ടോ. പിന്നെ ഇരട്ടി പൈസ ആക്കി കൊടുത്താൽ പണം ഇങ്ങനെ ഇരട്ടിയാക്കി കിട്ടുമെന്നും പറഞ്ഞിട്ട്, എന്താണ് കള്ളപ്പണവും വെള്ളപ്പണവും പറയില്ല, അതുപോലെ വീട് വിറ്റ് കിട്ടിയ പൈസയും കൊണ്ട് ആരോ പറഞ്ഞ് ഇത് ഇരട്ടിയാക്കി എടുക്കാമെന്നും പറഞ്ഞ് നല്ലോണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോഡ്ജിൽ പോയി മുറിയെടുത്ത്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പൈസ കെട്ടി റെഡിയാക്കി കൊണ്ടുപോയേക്കണേണ്. അവർ കൊണ്ടുവരുന്ന കെട്ടിങ്ങാണ്ട് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കൊടുത്തോണം. അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്ത കെട്ട് മേടിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ പോലീസ് എന്നും പറഞ്ഞിട്ട് ബഹളം കേട്ടു. വേഗം കിട്ടിയതും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ശരിക്കും പോലീസ് വന്നു, പക്ഷെ അത് പോലീസല്ല, നാടകത്തിലെ പോലീസായിരുന്നു. ഈ പൈസ തട്ടിക്കാൻ വന്നവന്മാർ അറേഞ്ച് ചെയ്ത പരിപാടിയായിരുന്നു. മുഴുവൻ പൈസയും പോകുന്നിടത്ത് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ നോക്കുമ്പോൾ പൈസയാണ് ഉണ്ട്, പക്ഷേ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് ആ അറ്റത്തും ഈ അറ്റത്തും ഒരേ നോട്ടുണ്ട്, ബാക്കി ഉള്ളിലുള്ളത് മുഴുവൻ പ്രിൻറ്റിങ്, വെറും ബ്ലാങ്ക് പ്ലെയിൻ
പേപ്പർ പ്രാന്തനെ പോലെയായി ജീവിതകാലം മുഴുവൻ കുടിച്ച് നശിച്ച് കുറ്റബോധത്തിൽ ജീവിച്ച് മരിച്ച ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ ഇത് പത്രത്തിലൊക്കെ വന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ വീട് വിറ്റ കാശും കൊണ്ട് പോയിട്ട് ബാറിൽ പോയിട്ട് എല്ലാവർക്കും കുടിക്കാൻ മേടിച്ചു കൊടുത്ത് എല്ലാവർക്കും പൈസയും വിതരണം ചെയ്യും. അങ്ങനത്തെ ഒരാളെയും കൊണ്ട് ഇവിടെ വന്നത് ഓർക്കണേ. എന്ത് ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. ഇങ്ങനെ സ്വയം ഉത്തരവാദിത്തക്കുറവ്, നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ആര് നമ്മുടെ ഉത്തരവാദിത്വം എടുക്കും? അപ്പം നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. അടുത്ത കാര്യമാണ് ഈ ഇൻഷുറൻസ് പോളിസികളും മറ്റും. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി മെഡിക്ലെയിമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ചികിത്സാ ചെലവുകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കുത്തനെ വർദ്ധിച്ചു. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ വരുമാനമുണ്ടാക്കുന്ന വ്യക്തികളുടെ ആകസ്മികമായ വേർപാടിൽ ഒരു ഇടക്കാല ആശ്വാസം, ഒന്ന് താങ്ങി നിർത്താനെങ്കിലും സാധിക്കും. ഇൻഷുറൻസിൽ ഇങ്ങനെ പറയും, ഇൻഷുറൻസ് ഈസ് നോട്ട് ഡിസൈൻഡ് to make a man rich, but it helps to ever being poor. നിത്യദാരിദ്ര്യത്തിലേക്ക് ആക്കിത്തീരാൻ ഇടയാകാതിരിക്കാനായിട്ട് ഈ ഇൻഷുറൻസ് ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഇൻഷുറൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ടു മേക്ക് എ മാൻ റിച്ച്, ഒരു മനുഷ്യനെ പണക്കാരനാക്കാൻ വേണ്ടി അല്ല, മറിച്ച് ഇത് നിത്യമായിട്ട് ദരിദ്രവാസിയായി പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു ആശയമാണ്. കാരണം അത്യാവശ്യം ഒരു പോളിസിയൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും പെട്ടെന്ന് കുടുംബത്തിൽ താങ്ങാനിരുന്ന വരുമാനം ഉണ്ടാക്കിയിരുന്നവരുടെ വേർപാടുണ്ടാക്കുന്ന ആളും പോയി. സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയാണ്, പണത്തിന് പണം തന്നെ വേണം. അപ്പോൾ പെട്ടെന്നുള്ള ഗ്യാപ്പ് വരുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി പെട്ടെന്ന് ഇൻഷുറൻസ് ഒക്കെ കഴിയുമ്പോൾ നെകളിച്ച് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാതെ നശിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ പേരിൽ തല്ലുപിടുത്തം. ഒരപ്പനും അമ്മയും കൂടെ ഇവിടെ വന്നത് ഓർക്കണേ. മകൻ അവരുടെ ഇളയ മകന് വീട് സ്ഥലമൊക്കെ മറ്റവർക്ക് കൊടുക്കേണ്ടതൊക്കെ നേരത്തെ കൊടുത്തു. ഇളയ മകൻ ഗൾഫിൽ വെച്ച് മരിച്ചു. പക്ഷെ അവൻ്റെ ഭാര്യയുണ്ട്. മറ്റു മക്കളുള്ളത് കൊണ്ട് ഈ അപ്പനും അമ്മക്കും ഒന്നും കിട്ടത്തില്ല. കോടതി വിധി വന്നത് അവൻ്റെ ഭാര്യയ്ക്ക് തന്നെ. അങ്ങനെ അപ്പനും അമ്മയും പെരുവഴിയിലായി. ലോൺ എടുക്കാൻ വേണ്ടി ഈ മറ്റു മക്കളെയും കൂടെ നോക്കാതെ എല്ലാം ഈ മകൻ എഴുതി കൊടുത്തു. അപ്പോൾ അവരും അപ്പനെയും അമ്മനെയും നോക്കത്തില്ല. അവസാനം എൻ്റെ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് അസറ്റ് എന്നും പറഞ്ഞിട്ട് ഇതിനു വേണ്ടി പിടിവലി, കോടതിയിൽ പോയിട്ടും മറ്റു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് കിട്ടാൻ സാധ്യതകൾ പ്രശ്നങ്ങളായിട്ട് വന്നൊരു കേസ് വന്ന് അവസാനം ആ കുട്ടി ഇവിടെ വരാനൊക്കെ ഇടയായി. സംസാരിച്ച് സ്നേഹത്തോടെ ഒരു ശത്രുതയുടെ സമീപനമൊക്കെ മാറി അവർക്ക് കോടതി ഉത്തരവല്ലെങ്കിലും അവരുടെ വശത്ത് നിന്ന് വിട്ടുവീഴ്ചയോടെ, വാശി ഉണ്ടായിരുന്ന സമയത്ത് വാശിയായിരുന്നു, കൊടുക്കാനൊക്കെ തയ്യാറായ ഒരു സംഭവം. ഇങ്ങനെയൊക്കെ എത്രയോ കാര്യങ്ങൾ. ചിലരതൊന്നുമില്ല, നീ ആരാണെന്ന് ചോദിക്കും. പറ്റുമെങ്കിൽ നമ്മളെയും കൂടെ പേര് കേസിലാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി അവർ നോക്കും. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് പോളിസികളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സഹായമായിട്ട് തീരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ അടുത്ത കാര്യമാണ് ഈ ആഭരണങ്ങളും മറ്റും. പണിക്കൂലിയൊക്കെ കുറച്ച് അതിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ കൂടെ മാറിയെടുക്കാനായിട്ട് പോകുമ്പോൾ അത് വൻ നഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ സമ്പത്ത് ചോർന്നു പോകുന്ന വഴികളാണ്. അത്യാകർഷകമായ ഓഫറുകളും പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് എപ്പോഴും മാറി എടുക്കാൻ പോകുമ്പോൾ അത് നമുക്ക് വലിയ നഷ്ടമല്ലാതെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ആരും നമുക്ക് ലാഭം ഉണ്ടാക്കാനല്ല, അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പരസ്യത്തിൽ വലിയ കാര്യമായിട്ട് പറയുമെങ്കിൽ ഏറ്റടിയിൽ കുനുകുന അക്ഷരത്തിൽ ഇങ്ങനെ പാസ് ചെയ്ത് എഴുതി കാണിക്കുന്നുണ്ടാവും കണ്ടീഷൻസ് അപ്ലൈ എന്ന്. അപ്പോൾ അത് ഏത് കാര്യത്തിലായാലും തേൻ പുരട്ടിയുള്ള ശർക്കര പുരട്ടി പോലത്തെ വാക്കുകളൊക്കെ പറഞ്ഞാലും നല്ല ബിസിനസ്സുകാർ പല ടെക്നിക്കുകളും പ്രയോഗിക്കും. അത് നമ്മൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുപോലെ തന്നെ ഈ ലഹരി
വസ്തുക്കളുടെ ഉപയോഗം, മദ്യം, മയക്കുമരുന്ന്, പുകവലി, ഇന്ന് പല കുടുംബങ്ങളും താഴെ പോകുന്ന, കൂട്ടത്തോടെ നശിച്ചിടിഞ്ഞു പോയ കുടുംബങ്ങളെക്കുറിച്ച് അറിയാം. ധാരാളം സ്വത്തും വസ്തുവകളൊക്കെ ഉണ്ടായിട്ട് പക്ഷേ ഭൂരിഭാഗവും കുടിച്ചും വലിച്ചും ആണും പെണ്ണും എല്ലാം കടന്ന് മറിഞ്ഞ് ദൂർത്തടിച്ച് അവസാനം എന്തോരം പൈസ ഇതിന് വേണ്ടതെന്ന് തിന്നാനും കുടിക്കാനും ഇത്ര ഉള്ളെന്ന് പറയും. അതിനേക്കാൾ കൂടുതൽ കുടിച്ച് വില കൂടിയ അല്ലെങ്കിൽ എപ്പോഴും ഗസ്റ്റ്, വിരുന്നുകാർ, ആഘോഷം, ആർഭാടം, ഇങ്ങനെ നശിച്ചു പോയ കുടുംബങ്ങളെയും വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെ വെച്ച് പിടിച്ചു നിർത്തുക. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ആരും ബിസിനസ്സിൽ ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ജോലി നേടിയിട്ടില്ല. ഉള്ളതും കൂടെ പോയി മദ്യലഹരിയിലിരുന്ന് സ്വന്തം വീടും വസ്തുവും കച്ചവടമാക്കി കഴിഞ്ഞ് അവസാനം ബോധം വന്നപ്പോഴേക്കും ഞാൻ കൊടുക്കൂലെന്നും പറഞ്ഞ് ഒപ്പിട്ടൊക്കെ കൊടുത്ത് മദ്യലഹരിയിൽ ഇടപാടാക്കി കഴിഞ്ഞിട്ട് വീട്ടുകാർ പോലും അറിയാതെ പിന്നെ വാക്കുമാറാതെ കൊടുത്തിട്ട് അവസാനം വാടക വീട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്ന് ബാറിലിരുന്ന് കരയണേണ് ഇങ്ങനെ. അപ്പോൾ അത് കണ്ട് ഒരാൾ മേടിക്കാൻ തയ്യാറായി. പക്ഷെ മദ്യലഹരിയിലുള്ള കാര്യമായിരുന്നു. വീട്ടുകാർ പോലും അറിയാതെ ഇടപാടുകൾ ഇയാളുടെ പേരിലുള്ള. പിന്നെ അവർ തിരിക്കാനൊന്നും പോയില്ല, അയാളുടെ പേരിലുള്ള നാണം കെടുത്തിയില്ല. അവസാനം വാടക വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് മേടിച്ചവനും കൊള്ളാം, ബോധമില്ലാതെ കൊടുത്തവനും കൊള്ളാം. അതുപോലെ തന്നെ ഈ മദ്യലഹരി വസ്തുക്കളും പോലെ തന്നെ ഒരു കാര്യമാണ്, അടുത്ത ഘടകമാണ് ഈ എൻ്റെ അമ്മ പറയാറുള്ള, എൻ്റെ അമ്മച്ചി മരിച്ചുപോയി, അമ്മ പറയും വയറ് നഗരും കടൽ നഗരമില്ലെന്ന്. അതൊരു ചൊല്ലുപോലെ പറയുന്ന കാര്യം. അതായത് ഇന്ന് ആധുനിക ഫുഡ് പ്ലാസകൾ ഈ പലതരം ഫുഡിൻ്റെ ഓഫറുകൾ, ആകർഷകമായ ഫുഡുകൾ വീടുകളിൽ എത്തിക്കും. മെയിൽ ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവരുടെ സൈറ്റുകളിലൊക്കെ കയറിയാൽ രാത്രിയും പകരം ഇല്ലാതെ. പക്ഷേ വയറിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ, രണ്ടാമത്തെ കാര്യം പോക്കറ്റ് എപ്പോൾ കാലിയായെന്ന് ചോദിച്ചാൽ മതി. കടം എടുത്തും കടം മേടിച്ചും തിന്ന് രുചി പിടിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ നാടൻ ഭക്ഷണങ്ങളോടോ വെജിറ്റബിൾസിനോടോ ഒന്നും താല്പര്യമില്ല. നോൺ വെജ് ഫുഡ് മുഴുവൻ കഴിച്ച് അവസാനം മരുന്നും രോഗവും ആശുപത്രിയും ലാബുമായിട്ട് കയറിയിറങ്ങി നടക്കേണ്ടി വരുന്ന അവസ്ഥകൾ. അപ്പോൾ അതാണ് വയറ് നഗരത്തില്ല, കടൽ നഗരുന്നു. അതായത് എറണാകുളം പോലെയുള്ള സ്ഥലത്തൊക്കെ അവിടെയൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകൾ, പണ്ട് കടലിരുന്ന കായലിരുന്ന സ്ഥലത്തൊക്കെ നികത്തി പാലും ഫ്ലാറ്റും പാർക്കും കെട്ടിടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സും പലതും വന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഇവിടം വരെ ഈ റോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഓർമ്മ ഇത് എറണാകുളത്ത് മേനകയുടെ അവിടെ പോകുമ്പോൾ സീലോഡിൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്നൊക്കെ പിന്നെയും നികത്തി ആ മറൈൻ ഡ്രൈവിൻ്റെയൊക്കെ അപ്പുറം വരെ ആയി. പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പാടാ, അത്ര അധികം കെട്ടിടങ്ങളും പരിപാടിയും കാണുമ്പോൾ ഇവിടെ പണ്ട് ഇങ്ങനെ കടലുണ്ടായിരുന്നെന്ന് ചോദിച്ചു പോയി. ഇതുപോലെ പല സ്ഥലത്തും. അപ്പോൾ കടലാണെങ്കിൽ കടൽ വരെ നഗരും, പക്ഷെ വയറ് നഗരാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് വയറ് നല്ലോണം മുറുക്കി കൊടുത്ത് ജീവിച്ചില്ല എങ്കിൽ നഗര വികസനം, മെട്രോ നഗരമൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യമാണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വരുമാനങ്ങളൊക്കെ ചിലവൊക്കെ നിയന്ത്രിച്ച് ജീവിക്കാനായിട്ട് പഠിപ്പിക്കുക. അല്ലെങ്കിൽ അവർ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്ത കാര്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. ചെറുതൊന്നും പിടിക്കത്തില്ല, ഏത് കാര്യത്തിലും വലുത്. ഇനി ഒരെണ്ണം ഉള്ളു രണ്ടെണ്ണം ഉള്ളെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നതെന്ന് കരുതി മാക്സിമം കടവും മാക്സിമം വില കൂടിയതും മേടിച്ചും കൊടുക്കും, മേടിച്ച് ശീലിപ്പിക്കും. അവസാനം അപ്പനെയും അമ്മനെയും കൊണ്ടുപോയി ഓർഫനേജിലൊക്കെ തള്ളുന്ന. ഇന്നിവിടെ ഓർഫനേജുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണേ. പൈസയുടെ ക്രയവിക്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയതാണ്, ഒന്നാമത്തതാണ് എന്നുള്ള ഒരു വാല്യൂസ് ഇല്ലാതെ പണത്തിനാണ് പ്രാധാന്യം, കൂടിയതിനാണ് പ്രാധാന്യം, അങ്ങനെയുള്ള ചിന്തകൾ അവരിൽ വളർന്നു വരും. അതുകൊണ്ട് വരവിനനുസരിച്ച് ചിലവാക്കാൻ മക്കളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ പുതിയ ബിസിനസ്സിലൊക്കെ പോകുമ്പോൾ, ഇവിടെ കണ്ണടയുടെ ബിസിനസ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഷൈജു ബ്രദർ എന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അതുപോലെ നിൽക്കാൻ. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ കുടുംബം നശിക്കാനുള്ള കാര്യമൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷേ ബാക്കി എല്ലാത്തിലും
എന്നോട് കൂട്ടായിരുന്നു. അയാൾക്ക് അറിയാൻ പാടില്ലാത്ത മീൻ വളത്തിലേക്കും ഡേ കെയറിലേക്കൊക്കെ പോയി ഒരുപാട് വരുമാനം ഉണ്ടായിരുന്ന ആ ബിസിനസ്സെല്ലാം നശിച്ചു. അവസാനം കടവും പ്രശ്നവും തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞതാണ്, പ്രശസ്ത ധ്യാനഗുരുവിനെ കൊണ്ടുവന്ന് വെഞ്ചിരിപ്പിച്ചിട്ട് ധ്യാനഗുരുവിനെ കരിവാരി തേച്ചിട്ട് കാര്യമില്ല, നമ്മുടെ വിവേകക്കുറവ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ എന്നെ ഒന്ന് വിളിച്ച് അവിടെ ചെന്നപ്പോൾ കുറച്ച് വിഷമങ്ങൾ പറഞ്ഞതാണ്. 30 ലക്ഷം രൂപ മീൻ വളർത്തലിന് വേണ്ടി ഈ ഓർണമെൻ്റൽ ഫിഷസൊക്കെ. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ബൂമിങ് ആണെന്നും പറഞ്ഞിട്ട് വിപുലമായ രീതിയിൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ? പോയൊക്കെ ഇങ്ങനെ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചാടി കയറി 30 ലക്ഷം രൂപയുടെ മീൻ മേടിച്ചിട്ടിട്ട് വെഞ്ചിരിച്ചിട്ടൊക്കെ പോയി. പിറ്റേ ദിവസം എല്ലാം കൂടി ചത്ത് മലന്ന് കിടക്കണം. അന്ന് തൊട്ട് എല്ലാം ചത്ത് കടങ്ങൾ, ബാങ്ക് ലോണെല്ലാം മുടങ്ങി, എല്ലാം കൂടി പ്രശ്നമായി. അപ്പോൾ അച്ഛനൊക്കെ വന്ന് വെഞ്ചിരിച്ചതല്ലേ, എന്നിട്ട് എന്താ ബ്രദറെ ഇങ്ങനെയെന്ന് ചോദിച്ചത് ഓർക്കുക. അച്ഛനെ വെറുതെ വിട്. ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് കാര്യമായിട്ട് പഠിച്ചിട്ട് പോലുമില്ല, നിങ്ങൾ തുടങ്ങി വെച്ച് അല്ലെങ്കിൽ മുഴുവൻ കാശും കൂടി മുടക്കിയത് കൊണ്ട് ഈ ലോട്ടറി അടിക്കുന്നവരുടെ കാര്യം പറഞ്ഞ പോലെയുള്ള ഒരു അന്ധവിശ്വാസമായിപ്പോയി. അറിയാൻ പാടില്ലാത്ത കാര്യം ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ട് നോക്കിയാൽ മതിയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ആ കുടുംബം പിന്നീട് കടത്തിലേക്ക് പോയി. കടം മാത്രമല്ല, മനസ്സൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ ഈ അസ്വസ്ഥയും ആലോചനയായിട്ട് നടന്ന് ആക്സിഡൻറ്റിലൊക്കെ, ഒരു ആക്സിഡൻ്റ് അല്ല പലതവണ ആക്സിഡൻറ്റിലൊക്കെ പെട്ട. കാരണം മനസ്സിന് സ്വസ്ഥയില്ല, കടവും ജപ്തിയും, വണ്ടിയൊന്നും വന്നത് കാണില്ല, അല്ലെങ്കിൽ വണ്ടിക്കാർ നമ്മളെ കാണില്ല. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായി. അതുപോലെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവർ ചെയ്ത് ഇവർക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് ചാടിക്കയറി നമുക്കറിയാത്ത ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാൻ കടം എടുത്തുകൊണ്ട് പോകരുത്. കഴിഞ്ഞ ദിവസം എന്നെ കാണാനായിട്ടൊരു പയ്യൻ വന്നു. അവൻ ഡിപ്ലോമ നേഴ്സിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ, ജോലിക്ക് തന്നെ 1-2 കൊല്ലമായിട്ട് അതിന് പോയിട്ടില്ല, ഓരോ കാര്യവും പറഞ്ഞ്. അവൻ ഇനി ബിസിനസ്സിനും കൂടി ഇറങ്ങിയ ഇപ്പം തന്നെ കടമുള്ളൂ. ഇനി ബിസിനസ് തുടങ്ങാനും മൊത്തം കടം മേടിക്കണം. വന്ന വഴി ഓർഡറാണെന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. വല്ലയിടത്തും പോയി നേഴ്സ് പഠിച്ചവൻ നേഴ്സിങ്ങിൻ്റെ ജോലിക്ക് പോകും. അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ എന്താ മുതൽ മുടക്കാനുള്ളത്? ഒന്നുമില്ല, അതിനും ഇനി കടം മേടിക്കണം. അപ്പോൾ ഇപ്പം ഉള്ള കിടപ്പാട് അത് തന്നെ കടത്തില്ല, അതും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് കിടക്കുന്ന. ഞാൻ ചോദിച്ചു, ഭാര്യയും ഭർത്താവും കൂടി മുട്ടൻ പ്രശ്നമല്ലേ? പുറങ്ങുച്ച് കാണുന്ന കാര്യങ്ങളൊന്നും ഇല്ല, മിനുസം പുറത്ത് കാണിക്കുന്ന മിനുസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് എപ്പോഴും വഴക്കാണ്. എന്നിട്ട് ഇറങ്ങി തിരിഞ്ഞ് വന്നേക്കണേണ്. നേഴ്സിംഗ് ജോലിക്ക് പോകുന്നില്ല, അതിനു പകരം എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ഒന്ന് ആലോചന ചോദിക്കാനും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവരവർക്ക് അറിയാം. ഞാൻ വെച്ചാൽ നിനക്ക് എന്ത് കാര്യം അറിയാം? എനിക്ക് നേഴ്സിംഗ് അറിയാം. അപ്പോൾ അവരവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി ഇന്ന് പലരും ഇതുപോലെയുള്ള കുഴികളിലൊക്കെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഇന്ന് ധാരാളം ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ട് ഒരാൾ പറഞ്ഞത്, ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. 2-3 ട്രോളിയും തള്ളിക്കൊണ്ട് അവർ പുറത്തേക്ക് വണ്ടിയിലേക്ക് സാധനവുമായിട്ട് വരുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു സാധനം മേടിക്കാൻ പോയതാണ്. പിന്നെ കണ്ടതെല്ലാം എടുത്തു വന്നപ്പോൾ എല്ലാം ആവശ്യമുള്ളതും ഉണ്ട്, കൂട്ടത്തിൽ ആവശ്യമില്ലാത്തതുണ്ട്. ഇനി എപ്പോഴും വരില്ല എന്ന് ഓർത്തെടുത്ത് അവസാനം പൈസ തികയില്ല. എന്നിട്ട് ആരാനെ കൊണ്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്യിച്ച് ആ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ഒക്കെ ലെവലാക്കി പോന്നു. പെട്ടുപോയ ആശാനെന്ന്. ലൈറ്റും അതിൻ്റെ അകത്ത് വെട്ടലും ആകർഷണവും ആൾപ്പെരുപ്പും എല്ലാം കണ്ടപ്പോൾ, ഓഫറൊക്കെ കണ്ടപ്പോൾ വീണുപോയി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പരിപാടികൾ നിർത്തലാക്കുക. അതുപോലെ നമുക്ക് വേണ്ടത് മാത്രം ഒരു ലിസ്റ്റ് എഴുതി, നമുക്ക് ഇത് ആവശ്യമാണോ ആവശ്യമില്ലേ ലിസ്റ്റൊക്കെ എഴുതി കൊണ്ടുപോയി നമ്മുടെ വരവ് ചെലവ് നിയന്ത്രിക്കുക. ഇങ്ങനെ പറയും, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവനെ കണ്ടാൽ വഴിമാറിപ്പോയിക്കോണമെന്ന്, ഇല്ലെങ്കിൽ അവൻ നിന്നെയും വിറ്റ് കാശാക്കുമെന്നാണ് പറയുന്നത്. പറ്റുന്നവരെയൊക്കെ കടക്കാരാക്കി മാറ്റും. അതുപോലെ പിന്നെ സമ്പാദ്യവും വരുമാനമൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ് ആവുന്നതിന് വേണ്ടി ടൂറൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അതിന് ചിലവുകൾ നിയന്ത്രിക്കാൻ ഇന്ന് പാക്കേജ് പ്ലാനുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഒത്തിരി ഓഫറുകളൊക്കെ കിട്ടും. ആ ചിലവുകൾ ഇനി കടം മേടിച്ച് ടൂറൊന്നും പോകാൻ പറയുന്നില്ല. ബാങ്ക് പലിശക്കും ബ്ലേഡ് പലിശക്കും എടുത്ത് ടൂറ് പോകുന്നവരെയും അവസാനം കുഴിയിലായവരെയൊക്കെ കണ്ടുമുട്ടിട്ടുണ്ട്. എല്ലാത്തരം വകുപ്പുകളും ഇവിടെ വരാറുണ്ട്. പലരും ദൈവത്തെ ശപിക്കുന്നവരും തള്ളിപ്പറയുന്നവരും, ദൈവം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്,
അല്ലെങ്കിൽ ആരോ എന്തോ കൂടോത്രം ചെയ്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ, അവരവർ നിയന്ത്രിക്കേണ്ട ചിലവുകൾ നിയന്ത്രിക്കാതെയും വരവിനനുസരിച്ച് ചിലവാക്കാതെയും കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, ഇനി അവർ തരുക എന്നും പറഞ്ഞൊക്കെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നവരെയാണ് കണ്ടത്. അപ്പം വിവേകം എന്ന് പറഞ്ഞ ആ സംഗതി നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ ഏറ്റവും രസമായ ജീവിതമാണ്. ടെൻഷൻ അടിച്ച് നമ്മുടെ കിഡ്നി, ഹാർട്ട് എന്തൊക്കെയാണ് പറ്റുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം അതിന് വേണ്ട മെഡിക്ലെയിമോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാനുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആശുപത്രിക്കാരെയും ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എവിടെയും ഭയങ്കര കത്തിയാണ്, ബ്ലേഡാണെന്നും പറഞ്ഞിട്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല, അത്യാവശ്യം നമുക്കിവിടെ ജീവിക്കുമ്പോൾ ചിലവാക്കാനുള്ള. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വരവ് ചിലവ് കണക്കുകളെല്ലാം എഴുതി സൂക്ഷിക്കുക എന്ന്. ഇല്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ഒരു പേജിൽ വരവ് എഴുതി വെക്കുന്നെങ്കിൽ മറ്റൊരു പേജിൽ ചിലവുകൾ. അത് അനുദിനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതാനും വർഷം മുമ്പ് ഞാൻ പരിശീലിച്ച ഒരു കാര്യമാണ്. ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന പലരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് അമിത ചിലവ് വരുന്നത്, നമുക്ക് ഓരോ മാസം എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് ഇടയാകും. വരവില്ലാത്തവന് ചിലവാക്കാൻ പറ്റുമോ? ഇതാ കടം മാത്രമായി തീരും. അപ്പോൾ വരവിനനുസരിച്ച് വരവ് കണ്ടുപിടിക്കാനും അതൊക്കെ കണക്ക് നോക്കണം. അതിന് വേറെ സ്പെഷ്യൽ മാത്തമാറ്റിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരായ എല്ലാവർക്കും ചെയ്യാം. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്രകാരം ചെയ്ത് അത് സഹായമായെന്ന് പറഞ്ഞവരുണ്ട്. നമുക്ക് അനുദിനം ചിലവാകുന്ന ചെറിയ ഒരു മുട്ട സൂചി മുതൽ അങ്ങേറ്റ ഒരു കാറ് വരെ ഓരോ കാര്യങ്ങളുടെയും ചിലവുകൾ നിയന്ത്രിക്കുക. അതൊക്കെ ആ വരവും ചിലവും ഒന്ന് എഴുതി വെക്കുക. ഒരു കുടുംബം എന്നോട് വന്ന് പറഞ്ഞ ഇതാണ്, ചകുത്താനോ വിശാശോ കൂടോത്രോ മന്ത്രോ ഒന്നുമല്ല, ഇപ്പം മനസ്സിലായി, കാറ് മാറ്റി എടുക്കുക, ഒരു പ്രാവശ്യം ഇട്ട ഉടുപ്പ് പിന്നെ ഇടത്തില്ല. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഞങ്ങളുടെ കാശ്. ഇത്രയും വർഷത്തിനിടക്ക് ഇത്ര കാറ് അധികമൊന്നും ഓടിക്കുന്നില്ല, നാട്ടിലില്ല, എന്നാലും പത്രാസ് മുഴുവൻ കാണിക്കുന്നത് കാറ് മാറ്റിയെടുത്ത് ആ നേരത്തിന് ഒരു വീടോ കെട്ടിടമോ അല്ലെങ്കിൽ സ്ഥലമോ ഇത്തിരി ഗോൾഡോ ഒക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സർവീസും തീരാറായി, പിള്ളേർക്കും പ്രായമായി, ഇപ്പം കയ്യിലൊന്നുമില്ല, എന്നും പറഞ്ഞ് വായം പൊളിച്ചിരിക്കുന്ന അവസ്ഥ. രോഗം ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നില്ല. ആശുപത്രികൾ മാറി നാട്ടിൽ ലീവിന് വരുമ്പോൾ ഉള്ള കണ്ട ആശുപത്രി മുഴുവൻ നടപ്പാണ്. അപ്പോൾ ഈ പുറത്തെ ഫുഡ് പ്ലാസകളിലെ ചിലവ് അതൊരു പലതുള്ളി പെരുവെള്ളം. അതും നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്. ഒന്ന് നമ്മളെ രോഗിയാക്കും. ഈ പല പ്രിസർവേറ്റീവ്സും നിയന്ത്രണമില്ലാത്ത ഭക്ഷണത്തിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയും രുചി കൂട്ടാൻ വേണ്ടിയും ആളുകളെ ആകർഷിക്കാനുള്ള മണം കിട്ടാൻ വേണ്ടി എല്ലാം പലതും തീർക്കും. അങ്ങനെ കഴിക്കുന്നവർക്ക് പിന്നെ വീട്ടിലുണ്ടാക്കുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. എപ്പോഴും പുറത്തു പോയി തിന്നും, പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും. രോഗവും ഒഴിയില്ല, മന്നിപ്പും മാറില്ല, പിന്നെ പോക്കറ്റ് ചോരുന്നത് അറിയില്ല. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള വരവ് ചിലവുകൾ എവിടെയാണ് കൂടുതൽ പോകുന്നത്, എവിടെ എന്തിലൊക്കെ വരാനുണ്ട്. ഇനി ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയും. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടാക്സി കാർ, അത് നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മേടിച്ചാൽ അതിൽ നമുക്ക് അത് ഓടിച്ചാൽ വരുമാനം ഉണ്ടാകും. അതേസമയം നമ്മളൊരു പോഷായിട്ടുള്ള വീട്ടിലാകെ 3 പേരുള്ളൂ, പക്ഷേ 7 പേര് കയറുന്ന നാട്ടുകാരെ കാണിക്കാനും ഡിമ്പ് കാണിക്കാനും കയ്യിലില്ലാത്ത പൈസയും കൂടി എടുത്തിട്ട് ഒരു വില കൂടിയ കാറ് 5 ലക്ഷത്തിന് മേടിക്കാവുന്നതേ ഉള്ളൂ ഒരെണ്ണം, ഒരു മിനി കാർ, അല്ലെങ്കിൽ അത്രയൊക്കെ നിൽക്കും. പക്ഷേ അതിന് പകരം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ 50 ലക്ഷമൊക്കെ കടം കയറി മേടിച്ച് വരുമ്പോൾ പലരും മുടിഞ്ഞ് കുത്തുവാളെടുത്ത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പഴയ കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളുടെ എണ്ണം കുത്തനെ പെരുകിക്കൊണ്ടിരിക്കുക. അവിടെ പോകാനിടയായാൽ ഏത് തരം വേണം, കാരണം പലരും എടുത്ത് പെട്ടുപോയി. ഇപ്പോൾ വിൽക്കാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല, ലോൺ അടക്കാനും പറ്റുന്നില്ല. കാരണം 1 രൂപയിട്ട് പോയാൽ അല്ലെങ്കിൽ ഒരു ചെക്കായിട്ട് പോയാൽ കിട്ടും, എടുക്കാനുള്ളവർ എടുത്തോട്ടാ. പക്ഷേ അടി തെറ്റിയാൽ ആനയും
വീഴും. അതുകൊണ്ട് അറിയാത്ത പുള്ള ചൊറിയുമ്പോഴേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. എല്ലാം കൈവിട്ട് പോയിട്ട് അവസാനം മരിക്കണം, ചാകണം, മരിച്ചാലും തീരുമില്ലെന്നും പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സുബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ വരവ് ചെലവ് കണക്കുകൾ നിയന്ത്രിക്കുക. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്ത കാര്യമാണ് 13ാമത്തെ കാര്യം, നമ്മുടെ ബില്ലുകളൊക്കെ അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കുക. ഫൈനും അല്ലെങ്കിൽ മുടക്കമൊക്കെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ പലിശയും പിന്നെ ഒക്കെ ആയിട്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ പരമാവധി ഒഴിവാക്കി നിയന്ത്രിച്ച്, എന്തോരം പണം വേണമെങ്കിലും കിട്ടുമായിരിക്കും, പക്ഷേ അത് കൊടുക്കേണ്ടത് കൂടിയാണ് എന്ന് ഓർക്കുക. അതനുസരിച്ച് വരുമാനങ്ങൾ ഉണ്ടാവുക. അടുത്ത മാസം പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കും, അതെല്ലാം നിയന്ത്രിക്കുക. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, ഇല്ലാത്തതുപോലെ ജീവിക്കാൻ പറ്റും. പക്ഷേ കടം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണ്. നമ്മുടെ ഒരു 10 പൈസ മറ്റുള്ളവർ തരാതിരുന്നാൽ നമ്മൾ സമ്മതിക്കുക. അതുപോലെ ഓരോരുത്തരും ബാങ്കുകളായാലും സ്ഥാപനങ്ങളായാലും അവർ അവരുടേതായ രീതിയിൽ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ചെക്കുകളൊക്കെ ബൗൺസ് ആകാതെയൊക്കെ ശ്രദ്ധിക്കുക. അവസാനം കേസും പ്രശ്നങ്ങളൊക്കെ ആകും. ചിലർ നിസ്സാരമായിട്ട് കീറിക്കൊടുക്കും, ഒപ്പിട്ട് കൊടുക്കും, എവിടെ വേണേലും ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ അടക്കേണ്ട സമയം വരുമ്പോൾ ആകെ പ്രശ്നമാകുന്ന സമനില തെറ്റിയ അവസ്ഥകളിലേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ദൂരമൊക്കെ പോകാനുള്ളതെങ്കിൽ വലിയ ഈ ബ്ലോക്കിൻ്റെ അകത്തൂടെ കെട്ടി വലിച്ച് എടുത്താൽ പൊങ്ങാത്ത വണ്ടിയും കൊണ്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് പൊതുഗതാഗത സംവിധാനങ്ങളെയൊക്കെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചിലവുകൾ കുറക്കാൻ സാധിക്കും. ഇപ്പം മെട്രോ, എറണാകുളത്ത് കൊച്ചിയിലും മെട്രോ സംവിധാനമുണ്ട്. ആലുവയിൽ ഞങ്ങളുടെ കയറിയിരുന്ന തൃപ്പൂണിത്തറ വരെ നല്ല സുഖമായിട്ട് പോകാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കാക്കനാടോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് കിടന്ന് ഒരാൾക്ക് പോകാൻ വേണ്ടി 5 പേര് കയറാൻ അല്ലെങ്കിൽ 7 പേര് കയറാൻ കഴിവുള്ള കാറിൻ്റെ അകത്ത് പോഷൻ കാണിച്ച് AC-യും ഇട്ട് ഡീസലും പെട്രോളും കത്തിച്ച് പോകുന്നതിനേക്കാൾ പല കാര്യങ്ങളും കയറുന്നിടത്ത് നിന്ന് പടിവാതിലൊക്കെ പോയി ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ മാത്രമല്ല പ്രൈവറ്റ് സർക്കുലർ ബസ്സായാലും ട്രാൻസ്പോർട്ട് ബസ്സുകളായാലും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ പലതും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ പല രീതിയിലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുക. ഇപ്പോൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ മുകളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ സാധിക്കുമെങ്കിൽ മറ്റൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റിനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ വരുമാനങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ അങ്ങനെയുള്ള നിർമ്മിതികൾ കിടക്കുന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് ആവശ്യങ്ങൾ വലിയ മുതൽ മുടക്കിൽ ഇല്ലാതെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പം എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവർ ഇതുപോലെ വീടിൻ്റെ മുകളിൽ ക്രമീകരിച്ചിട്ട് വീടിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഷീറ്റൊക്കെ ഇട്ടു. അതിൻ്റെ താഴെ അവരിങ്ങനെ നിലക്കട്ടിലുകളൊക്കെ വാങ്ങിയിട്ട് പേയിങ് ഗസ്റ്റുകളെ 8, 12, 15 പേരെയൊക്കെ താമസിപ്പിക്കാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു അഡീഷണൽ വരുമാനം. ഇനി പ്രായമൊക്കെ ആയി വന്നതല്ലേ, അപ്പോൾ ഇപ്പോഴേ ആരംഭിച്ചാൽ ഒരു സേവിങ് ആയി തീരുമെന്നുള്ള നിലയിൽ കണ്ടെത്തിയ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഉപകരണങ്ങൾ പിന്നെ ഈ വീടിൻ്റെ കെട്ടിട നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാവരും ഇത് ചെയ്യണമെന്നല്ല. വാടകയ്ക്ക് അത് സംഘടിപ്പിച്ച് ചെറിയ ഓഫറുകളൊക്കെയുള്ള ഇപ്പോൾ PNGBY പോലെയുള്ള പ്രധാനമന്ത്രിയുടെ സ്കീമുകളൊക്കെ ഉണ്ട്. ലോണുകളൊക്കെ കിട്ടും. വലിയ മുതൽ മുടക്കുകളില്ലാതെയും സാധ്യതയുള്ളിടത്ത്. ഇപ്പോൾ പച്ചക്കറി ചിലവാകുന്നിടത്തുണ്ടെന്ന് ഇരുമ്പ് കട ഇട്ടിട്ട് കാര്യമുണ്ടോ? എല്ലാവരും ചെയ്യണമെന്നും പറഞ്ഞിട്ട് മുട്ടക്കട ഇട്ടിട്ട് കാര്യമുണ്ടോ? മുട്ട മുഴുവൻ ഇരുന്ന് അവസാനം ചീഞ്ഞു പോകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. ഇത് മീൻ ചിലവാകുന്നിടത്ത് പച്ചക്കറി കട കൊണ്ടുവന്നിട്ടിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ്, പല ബിസിനസ്സും തകർന്നു പോകുന്നതിൻ്റെയൊക്കെ കാരണം ആ സ്ഥലത്ത് ഇത് ചിലവാകുമോ, ഇവിടെ ആളുകൾ വരുമോ, അതുപോലെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ആ പണ്ടത്തെ പോലെ ആൾക്കാർ വന്ന് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോട്ടെ, അങ്ങനത്തെ രീതിയൊന്നും ഇന്ന് നടക്കത്തില്ല. അതുപോലെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, പരസ്യമൊക്കെ കൊടുക്കാനൊക്കെ തയ്യാറാകുമ്പോൾ, അപ്പം ഞാൻ കടം കുറയാനും
കടം നിയന്ത്രിച്ച് ജീവിക്കാനും അതുപോലെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായകരമായ ചില കാര്യങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് കീപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കാര്യത്തിലായാലും ബന്ധങ്ങൾ സൂക്ഷിക്കുക, കടമൊക്കെ മേടിച്ച് ബന്ധങ്ങൾ വഷളാക്കാതിരിക്കുക. അതുപോലെ തന്നെ നാളെ ഇവരെയൊക്കെ കാണേണ്ടതും വേണ്ടതാണെന്ന് ഏത് ഇടപാട് ചെയ്യുമ്പോഴും ഓർക്കുക. ബന്ധങ്ങളാണ് പണത്തിനേക്കാൾ വലുതാണ്. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയ നിക്ഷേപവും ഒരു മുതൽക്കൂട്ടുമാണ്. അപ്പോൾ കച്ചവടത്തിനൊക്കെ വരുന്ന ആൾക്കാരോടൊക്കെ സ്നേഹത്തോടും മാധുര്യത്തോടും കൂടെ പെരുമാറുക. അവൻ കടം കയറി നിന്നെ കുഴിയിൽ ഇറക്കി വെക്കാതിരിച്ചിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ മാന്യമായിട്ട് പെരുമാറുക. കസ്റ്റമർ ഈസ് എ കിങ് എന്ന് പറയും. ചാടിക്കടച്ച് പെരുമാറിയാൽ അല്ലെങ്കിൽ അവരോട് നമുക്ക് ടെൻഷൻ ഉണ്ടെന്നും പറഞ്ഞ് വരിഞ്ഞു മുറുകുന്ന മുഖമായിട്ടൊക്കെ നിന്ന ആ വഴിക്കൊരു മനുഷ്യൻ പോലും കയറാറില്ല. ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ ചളിക്കോട്ടത്ത് തന്നെ ചില കടയിലൊന്നും പോകാറില്ല. ഞാൻ പറയാറുള്ള കാര്യം ഇതാ, ഒന്ന് ചിരിക്കുകയും കൂടെ ഇല്ല. ഒന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ വായിന്ന് ശരിക്കും നമ്മളങ്ങനെ ചെയ്യണ്ട. അപ്പം പിള്ളേരും മക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാ, അവൻ വെറുതെ തന്നെ പോലെ അവൻ്റെ അവതാരം മേടിക്കാൻ പോണ പോലെയാണ്. ഞങ്ങളും അവിടെ പോകാറില്ല പപ്പ എന്ന് പറയുമ്പോൾ. ഇപ്പം എല്ലാവരുടെയും മനോവികാരങ്ങൾ. അപ്പോൾ വേറെ കടയിൽ അങ്ങനെ അത്രയും സൗകര്യങ്ങളും അത്രയും സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ പോകാൻ ഇഷ്ടമാണ്. കാരണം ഒന്ന് മിണ്ടിയും പറഞ്ഞു ഒരു നർമ്മമൊക്കെ അങ്ങനെ ഒന്നും വലിയ കാര്യങ്ങളല്ലെങ്കിലും കസ്റ്റമറിനോടൊന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്താൽ, ഒന്ന് മൈൻഡ് ചെയ്താൽ എന്താ ഇത് അവസാനം വരെ മുഖവും കയറ്റി വെച്ച് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നതിന് ഇഷ്ടമില്ലാത്തത് പോലത്തെ ഒരു രീതി. എന്നിട്ട് പറയും കച്ചവടം ഇല്ല, ആരും വന്നില്ല, ആരും എന്തോ ചെയ്തു വെച്ചെന്ന്. അപ്പം ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിലേഷൻഷിപ്പ് കീപ്പിംഗ്. ഇല്ലെങ്കിൽ നമ്മൾ മുടക്കിയ മുതലും പോകും. പല തുള്ളി പെരുവെള്ളം പതിയെ ചോർന്ന് വഴികൾ അടഞ്ഞു പോകുന്ന അവസ്ഥകളായി പോരും. കണ്ടാൽ പോലും പിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കച്ചവടം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. കടങ്ങൾ സാവകാശം. ഇപ്പോൾ ഈ ഒരു കാര്യം കേട്ടതുകൊണ്ട് 1% ചിലപ്പോൾ ഈ പ്രസംഗം, ഈ മോട്ടിവേഷൻ സ്പീച്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം. ബാക്കി 99% പ്രതിഭയാണ്, അതായത് നിങ്ങളുടെ കഴിവാണ്. ചിലർ പറയും ഇങ്ങനെ പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബ്രദറെ ഇങ്ങനെ പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. നേരത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട്, അത് വളരെ ഉപകാരപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് പണ്ടേ കേട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര നല്ലതായിരുന്നു, ആരും പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടട്ടെ. ജീവിതത്തിലെ വരവ് ചെലവ് കണക്കുകളെ നിയന്ത്രിക്കുക. ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ ഭാര്യയും, ഭാര്യ അറിയാതെ ഭർത്താവും കടം മേടിച്ച് കൂട്ടരുത്. അവസാനം ഇപ്പോൾ ഈ അടുത്ത് ഏതാനും പേരെ ചുറ്റുകൊണ്ടൊക്കെ അടിച്ചു വന്ന കഥകൾ പത്രത്തിലും വാർത്തയിലൊക്കെ വന്നപ്പോൾ അതിലെ പ്രധാന വില്ലൻ ഭർത്താവ് പറയുന്നു അത്രയും കടം വീട്ടിലുണ്ടായില്ല. പക്ഷേ ഭാര്യ പറയുന്നു അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പറഞ്ഞിരുന്നു ഇവർക്ക് ഒരുപാട് കടമായിരുന്നു. അപ്പോൾ ഭർത്താവ് അറിയാത്ത കടങ്ങൾ ഭാര്യ മേടിച്ചു കൂടരുത്, ഭാര്യ അറിയാത്ത കടങ്ങൾ ഭർത്താവും മേടിച്ചു കൂടരുത്. ഭർത്താവും ഭാര്യയും ഒറ്റക്കെട്ടാകാത്തിടത്ത് മക്കൾ മുതലെടുക്കും. ചിലപ്പോൾ വാപ്പ അറിയാതെ, അപ്പൻ അറിയാതെ അമ്മ മകന് വേണ്ടി അല്ല അമ്മയും മകനും കൂടെ ഇങ്ങനെ നശിച്ചുപോയ കുടുംബങ്ങളെ ഈ പത്രത്തിൽ വന്ന സംഗതികൾ മാത്രമല്ല പല കുടുംബങ്ങളെ എനിക്ക് നേരിട്ടറിയാം. അവസാനം ഉടുതുണി പോലും എടുക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നവർ, ഗൾഫിലൊക്കെ 10, 20, 25 കൊല്ലമൊക്കെ ജോലി എടുത്ത് നല്ല പൊസിഷനിലും നല്ല ജോലിയിലും ഇരുന്നിട്ടും ഒന്നുമില്ല, എങ്ങാട് പോയെന്നറിയില്ല. കടലിൽ കായം കലക്കിയ പോലെയെന്ന് പറയുന്നത് പോലെ വരവ് ചെലവ് ടാലി ആകാതെ നിയന്ത്രിക്കാതെ പോയതുകൊണ്ട് ഇതിന് ഭയങ്കര ശാസ്ത്ര പഠനമൊന്നും വേണമെന്നില്ല. എല്ലാ കാലവും ഒരുപോലെ വരുമാനം ഉണ്ടാകത്തില്ല. നമ്മുടെ അധ്വാനശേഷി നശിക്കുന്ന കാലഘട്ടങ്ങളുണ്ട്. വരവുള്ള സമയത്ത് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ ഇത് അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. നിങ്ങളുടെ കമൻസുകൾ, ഷെയർ, സബ്സ്ക്രൈബ് ഇവ ഞങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. ഇത് കിട്ടിയാൽ ഗുണം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സൽപ്രവൃത്തിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് കടം മേടിച്ച് കൂട്ടിയിട്ടല്ല കടം വീട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇനി ചാകും മരിക്കും എന്നും പറഞ്ഞൊന്നും ഭീഷണി മുഴക്കിയത് കൊണ്ട് ആരും കൊണ്ടൊന്നും തരാനില്ല. വരവ് ചെലവുകളെ നിയന്ത്രിച്ച് ആത്മസംയമനത്തോടെ പോവുക. നമുക്കറിയാൻ പാടില്ലാത്ത പരിപാടികൾക്ക് ചാടി പുറപ്പെടാതിരിക്കുക. അറിയാവുന്ന ബിസിനസ്സുകൾ നമ്മൾ പഠിച്ച പണി എടുക്കുക. അപ്പോൾ പഠിക്കാത്ത അവർ പറയുന്ന ഇവർ പറയുന്ന വിസയുടെ പുറകെ ആയാലും ജോലിയുടെ പുറകെ ആയാലും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട്
തൊട്ട് പറഞ്ഞ ഇതാണ്, ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യം ഇതാണ്, 16 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് ഫ്രോഡായിപ്പോയി, 1 ലക്ഷം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്ന കടം ഇങ്ങനെ കൂടി അവിടെ നിന്ന് മേടിച്ചു, ഇവിടെ നിന്ന് മേടിച്ചു. ആ ബാക്കി വന്ന 15 ലക്ഷം കിട്ടിയുമില്ല. ആ 15 ലക്ഷം ഇവർ മേടിച്ചവർ ഇവരെ വെറുതെ വിടുന്നുമില്ല. മകന് കല്യാണവും നടക്കുന്നില്ല, നാട്ടിലും അവന് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല, മറ്റൊരു ജോലി അന്വേഷിക്കാനും പറ്റുന്നില്ല. കുടുംബത്തിൽ ഞാനിത് പറയുമ്പോൾ ഇതുപോലത്തെ 100,000 കഥകൾ നിങ്ങൾക്ക് പറയാനും ഉണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തെ, ഇത് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒന്നേ പറയാനുള്ളൂ, പണം അങ്ങോട്ടും ഉരുളും ഇങ്ങോട്ടും ഉരുളും. പഴയ കാരണവന്മാർ ചക്രങ്ങൾ എന്നാണ് പണത്തിന് ഇട്ടിരുന്ന പേര്. അത് അങ്ങോട്ടും ഉരുളും ഇങ്ങോട്ടും ഉരുളും. ഇത് അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. അതിനും ഭയങ്കര ദിഷണാശാലിയോ ബുദ്ധിശാലിയോ ഭയങ്കര പ്രത്യേകമായ കഴിവുകളോ ഒന്നും വേണമെന്നില്ല. നമ്മൾ സംയമനത്തോടും എടുത്ത് ചാടാതെയും എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് കുഴികളിൽ ചാടാതിരിക്കാനും അതിൽ ചാടുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുകയും അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരോടൊക്കെ ആലോചനയോടും അതിന് പുറമെ സ്വന്തം മനസാക്ഷിയോടും കൂടെ ആലോചിച്ചു ദൈവാശ്രയത്തോടെയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാം ശുഭമായി വരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.